ക്ലസ്റ്റർ ബി പേഴ്സണാലിറ്റി ഡിസോർഡറിലെ രണ്ടാമത്തെ പേഴ്സണാലിറ്റി ഡിസോർഡറാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ പലരും കേട്ടിട്ടുള്ളതായിരിക്കും. വളരെ കോമൺ ആയിട്ട് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൽ കാണുന്ന ഒരു ഡിസോർഡറാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഈ ഡിസോർഡറിൻ്റെ ചില പ്രത്യേകതകൾ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അതിലൊന്നാമത് ഇവർ ഇമ്പൾസീവ് ആയിരിക്കും. നമ്മൾ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ പറഞ്ഞ പോലെ തന്നെ ഇവരും ഇമ്പൾസീവ് ആയിരിക്കും. ഇതും ക്ലസ്റ്റർ ബി പേഴ്സണാലിറ്റി ഡിസോർഡർ ആയതുകൊണ്ട് ഇവർക്കും ആ ഫീച്ചറുണ്ട്, ഇമ്പൾസിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. പെട്ടെന്ന് എടുത്തിയാടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രവണത ഇവരുടെ ഭാഗത്തും ഉണ്ടാവും. മെയിനായിട്ട് ഇവർക്ക് ഉണ്ടാകുന്ന ഇമ്പൾസിവിറ്റി സാധനങ്ങൾ മേടിക്കുന്ന കാര്യങ്ങളിലായിരിക്കും, സ്പെൻഡിങ് ബിഹേവിയേഴ്സിലായിരിക്കും. അതുപോലെ തന്നെ സെക്ഷൽ ബിഹേവിയേഴ്സിൽ ഇമ്പൾസിവിറ്റി ഉണ്ടാവാം. സബ്സ്റ്റൻസ് അബ്യൂസിൽ ഇമ്പൾസീവ് ബിഹേവിയേഴ്സ് ഇവർക്ക് ഉണ്ടാവാം. പിന്നെ ഇവർക്ക് മെയിനായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഫിയർ ഓഫ് അബാൻഡൻമെൻ്റ് ആണ്. മറ്റുള്ളവർ എന്നെ തള്ളിപ്പറയും, എന്നെ ഒറ്റയ്ക്കാക്കും, എന്നെ ഒരു ചതിക്കും, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഫീലിംഗ് ഇവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. അന്നേരം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ തങ്ങളെ സ്നേഹിക്കുന്നവർ തങ്ങളെ വിട്ടുപോകുമോ എന്നുള്ള ഭയമോ അങ്ങനെ എന്തെങ്കിലും ചിന്ത ഇവർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനോട് കണക്ട് ചെയ്ത് ഇമോഷണലി അവർ റിയാക്ട് ചെയ്യും. അന്നേരം ഇമ്പൾസീവായിട്ട് അവർ സെൽഫ് ഹാമിങ് ബിഹേവിയേഴ്സ് ചെയ്യും. അതുപോലെ സൂയിസൈഡൽ അറ്റംപ്റ്റ്സ് നടത്തും. അതിനോട് കണക്ട് ചെയ്ത് ഈ സെൽഫ് ഹാമിങ് ബിഹേവിയേഴ്സിൽ കയ്യിൽ ബ്ലേഡ് കൊണ്ട് മുറിക്കുക, തല കൊണ്ടിട്ടിടിക്കുക, തന്നെ ഇടിച്ച് മുറിവേൽപ്പിക്കുക, വേദനിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില ഫീച്ചേഴ്സ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ഇവർ ഇമോഷണലി അൺസ്റ്റേബിളും ആണ്. പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാവും. അതുപോലെ പെട്ടെന്ന് ആൻസൈറ്റി ഉണ്ടാവും, പെട്ടെന്ന് ദേഷ്യം ഉണ്ടാവും. കുറച്ച് നേരം കഴിയുമ്പോൾ അത് മാറുകയും ചെയ്യും. അങ്ങനെ ഇമോഷണലി അൺസ്റ്റേബിളും ആണ് ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തി. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ ഇവർ അൺസ്റ്റേബിൾ ആയിരിക്കും. ഒരു റിലേഷൻഷിപ്പിൽ കയറിയാൽ ചിലപ്പോൾ അവർ ഭയങ്കര ഡീപ്പായിട്ട് അതിലേക്ക് പോവുകയും കുറച്ച് നാൾ കഴിയുമ്പം അതിൽ നിന്ന് പുറത്തേക്ക് പെട്ടെന്ന് വരികയും ചെയ്യുന്ന ഒരു പ്രവണത ഇവരുടെ ഭാഗത്ത് ചിലപ്പം ഉണ്ടാവാം. അൺസ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ ചിലപ്പോൾ അവർക്ക് ഉണ്ടാവാം. അന്നേരം ക്ലസ്റ്റർ ബിയിൽ നമ്മൾ പറഞ്ഞ ഇമോഷണൽ റെഗുലേഷനുള്ള ബുദ്ധിമുട്ടും ഇമ്പൾസിവിറ്റിയും അങ്ങനെയൊക്കെയുള്ള ഫീച്ചേഴ്സ് ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിലും ഉണ്ട്. ഇതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മരുന്ന് കൊണ്ടും അതുപോലെ തന്നെ കൗൺസിലിംഗ്, സൈക്കോതെറാപ്പിയിലൂടെ അവരുടെ ബിഹേവിയറൽ ചേഞ്ചസ് നമുക്ക് ചെയ്യാവുന്നതാണ്.